രാംലീല മൈതാനം നുഴഞ്ഞു കയറി എന്ന് പറഞ്ഞാൽ മൊത്തത്തിലല്ല, കുറെ ഭാഗം മോസ്ക് സ്ഥാപിക്കാനുള്ള അത്രയും ഭാഗം കയറി മോസ്ക് വെച്ചിരിക്കുന്നു. വേറെ സംഗതികളും വന്നിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു വിരുന്നുശാല വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സംയുക്ത സർക്കാർ സർവേ അവിടെ നടന്നിട്ട് രാംലീല മൈതാനത്തിൻ്റെ 45,000 ചതുരശ്ര അടി ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ, മോസ്ക് ഉൾപ്പെടെ, മോസ്കും ശ്മശാനമുണ്ട്, ഖബറിസ്ഥാൻ ഉൾപ്പെടെ നുഴഞ്ഞു കയറി കൈവശപ്പെടുത്തിയിരിക്കുന്നു. 45,000 ചതുരശ്ര അടി രാംലീല മൈതാനിൻ്റെ സ്ഥലം. ഇത് തുർക്കുമാൻ ഗേറ്റിൻ്റെ അടുത്താണ്. തുർക്കുമാൻ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയായിരിക്കും. പഴയ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി അവിടുത്തെ ചേരി ഒഴിപ്പിക്കാനായിട്ടേ കാട്ടിക്കൂട്ടിയ വൈകൃതങ്ങളൊക്കെ, അങ്ങനെയാണ് തുർക്കുമാൻ ഗേറ്റ് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത്. തുർക്കുമാൻ ഗേറ്റ് എന്നൊക്കെ ഞാൻ ആദ്യം കേൾക്കുന്നത് അങ്ങനെയാണ്. ഡൽഹിക്കൊക്കെ പോകുന്നത് പിന്നീടാണ്. അപ്പൊ തുർക്കുമാൻ ഗേറ്റിന്റെ അടുത്താണ് ഈ സംഭവിച്ചിരിക്കുന്നത്, രാംലീല മൈതാനി കയ്യേറിയിരിക്കുന്നത്. ഇത് അവിടെ ഇപ്പോൾ കയ്യേറിയ സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ട്, പാർക്കിംഗ് ഏരിയ ഉണ്ട്. അവിടെ കാശൊക്കെ വാങ്ങിച്ചൊരു പാർക്കിംഗ് ഏരിയ നടത്തുന്നുണ്ട്. കൊണാട്ട് പ്ലേസ് ഉണ്ടല്ലോ, ഡൽഹിയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം. പഴയൊരു സായിപ്പാണ് ഈ കൊണാട്ട് എന്ന് പറയുന്ന ആള്. അയാളുടെ പേരിലാണ് ഈ സ്ഥലത്തിന് പേര് വന്നത്. കൊണാട്ട് പ്ലേസിന്റെ ഇന്നർ സർക്കിൾ ബ്ലോക്ക് അകത്തെ അതിനേക്കാൾ കൂടുതൽ സ്ഥലം ഇപ്പോൾ രാംലീല മൈതാനിയിൽ കയ്യേറിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.